വള്ളം ഏകദേശം അടുത്തടുത്ത് എന്ന് ആ കടുവ നിൽക്കുന്ന ആ കരയിലേക്ക് എന്ന് ആ മൺകൂനയിലേക്ക് എന്ന് ഇടിച്ചു കയറി. വള്ളം ഒന്ന് ഷെയ്ക്ക് ചെയ്തു. അലിഖാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. നോക്കുമ്പോൾ ആ കടുവ ഒന്ന് ഗർജിച്ചു. ഒരു സെക്കൻഡ്. കടുവ ആകാശത്തിലേക്ക് ഒന്ന് കുതിച്ചു. കടുവയുടെ ഹൃദയഭാഗം ഒരു വേട്ടക്കാരൻ്റെ മുമ്പിലേക്ക് തുറന്നു വരുന്ന ഒരു അപൂർവ നിമിഷം. ഏറിൽ ആ കടുവ കുതിച്ച് ചാടി വരികയാണ്. ഏത് വേട്ടക്കാരനും അവൻ്റെ സ്വപ്നത്തിൽ ചിന്തിക്കുന്ന കറക്റ്റ് പൊസിഷൻ, ആ ഒരു പൊസിഷനിൽ ആ കടുവ ഏറിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ എന്ത് സംഭവിക്കാം? കറക്റ്റ് ആ തോക്കിൽ നിന്ന് വെടി വന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ വേട്ടക്കാരൻ്റെ ജീവൻ, അല്ലെങ്കിൽ കടുവയുടെ ജീവൻ. രണ്ടും സമാസമം. ആര് വിജയിക്കും? ആര് അതിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിജീവിക്കും? ഒന്നും ചിന്തിച്ചില്ല. അലിഖാന്റെ കൈവിരൽ ഡ്രിഗറിൽ അമർന്നു. തൻ്റെ സന്തത സഹചാരിയായ, തൻ്റെ പ്രിയപ്പെട്ട, അല്ലെ താൻ ഏറ്റവും കൂടുതൽ ലാളിക്കുന്ന തൻ്റെ വിൻചെസ്റ്റർ 405 റൈഫിൾ ഒന്ന് ഗർജിച്ചു. കാട് നടുങ്ങി. ഒരു വലിയ പൊതിക്കെട്ട് വന്ന് മണലിലേക്ക് വന്ന് അലച്ചു വീഴുന്ന ഒരു സൗണ്ട് കേട്ടു. യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. അലിഖാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അലിഖാൻ ആ ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞു, ഞാൻ മറ്റൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്നെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ അലിഖാൻ പറയുന്നത്, ഒരു 2-3 പേര് അടങ്ങുന്ന ഒരു സംഘം എന്നെ അനുഗമിക്കണം. അതിനിപ്പോൾ നമുക്ക് ഈ കാട്ടിൽ കൂടെ നമുക്ക് പോയിട്ട് കാര്യമില്ല, മറിച്ച് നമുക്ക് നദിയിൽ കൂടെ പോയി അറ്റാക്ക് ചെയ്യാം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. ഒരു വള്ളം വേണം. അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഓടിയിട്ട് ഇവരുടെ അടുത്തെത്തി പറയുകയാണ്, യജമാനെ, ആ ഭീകര ജന്തു ആ സ്ഥലത്തുണ്ട്, ഞാൻ കണ്ടു. അതവിടെ തന്നെ നിൽപ്പുണ്ട്, അതെങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അലിഖാൻ പെട്ടെന്ന് ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞു, പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കാം, നമുക്ക് ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. കാര്യം സന്ധ്യയായി. ഇന്നെങ്കിലും ഇത് തീർത്തിട്ട് തനിക്ക് പോകണം, തിരിച്ചു പോകണം, മടങ്ങിപ്പോകണം. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ പെട്ടെന്ന് തന്നെ ഒരു വള്ളം അറേഞ്ച് ചെയ്തു. 2-3 പേരെ അതിന് തുഴയാനും മറ്റും ഏർപ്പെടുത്തി. മാത്രമല്ല അദ്ദേഹവും കയറി. അങ്ങനെ ഈ ഫോറസ്റ്റ് ഓഫീസറും അലിഖാനും 3-4 ആൾക്കാർ എല്ലാം കൂടെ ഈ കടുവയെ കൊല്ലുവാൻ വേണ്ടി ഒരു യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഈ അലിഖാനെ സംബന്ധിച്ച് അദ്ദേഹം ഈ രാത്രിയിൽ ഈ മൃഗങ്ങളെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരെ കാണാൻ വേണ്ടി അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു ലൈറ്റുണ്ട്, ഒരു ടോർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണത്. അത് സാധാരണ ടോർച്ച് പോലെ തൂക്കിൻ്റെ മുകളിൽ വെച്ച് വെടിവെക്കാനായിട്ട് സാധിക്കില്ല. ഒരു കൈകൊണ്ട് അത് പിടിച്ചിട്ട് മറു കൈകൊണ്ട് വേണമെങ്കിൽ വെടിവെക്കാം. അല്ലെങ്കിൽ ഒരു സഹായിയെ കൂടെ കൊണ്ടുപോയിട്ട് ആ സഹായി ആ ലൈറ്റ് പിടിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ കടുവയോ മറ്റതിനെയോ വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലിഖാൻ പറഞ്ഞത്, ഈ ടോർച്ച് പിടിക്കാൻ വേണ്ടി ഒരാൾ വേണം. അങ്ങനെ അലിഖാനും ഈ ഫോറസ്റ്റ് ഓഫീസറും ഈ മറ്റുള്ള ആൾക്കാരുമായിട്ട് ആ ഒരു ദൗത്യത്തിന് വേണ്ടി പോവുകയാണ്. അലിഖാൻ ചുറ്റും നോക്കുമ്പം കണ്ടൽക്കാടുകൾ മുഴുവൻ ഇരുണ്ട് കിടക്കുന്നു, ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല.
കൂമൻ്റെ ശബ്ദങ്ങളും രാത്രീന്ദ്രൻ പക്ഷികളുടെ അലർച്ചകളും ആകെ ഭയമായ ഒരു അന്തരീക്ഷമാണ് ചുറ്റുമുള്ളത്. ഈ ബോട്ട്, ഈ വെള്ളത്തിൽ കൂടെ പോകുന്ന ആ തുഴയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ തൻ്റെ പുറകിലിരിക്കുന്ന മനുഷ്യൻ ഈ ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അലിഖാൻ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വള്ളത്തിൻ്റെ ഏറ്റവും മുമ്പിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് സാധാരണ ആൾക്കാർ വള്ളത്തിൽ ഇരിക്കുന്ന പോലെയല്ല അദ്ദേഹം ഇരിക്കുന്നത്. രണ്ട് കാലും വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം ആ വള്ളത്തിൻ്റെ ഏറ്റവും മുമ്പിൽ ഇരിക്കുകയാണ്. കാല് രണ്ടും വെള്ളത്തിലാണ് മുട്ടിക്കിടക്കുന്നത്. എന്തിനാ അങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചാൽ, വള്ളത്തിൻ്റെ പടിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിസരം മുഴുവൻ വീക്ഷിക്കുവാനായിട്ട് സാധിക്കില്ല, പ്രയാസം തോന്നും. ഇങ്ങനെയാകുമ്പോൾ എല്ലാ വശവും ഒരേപോലെ കാണുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, പുറകിലിരിക്കുന്ന ആൾക്കാരുടെ ആ വെയിറ്റ് കാരണം വെള്ളത്തിനോട് മുട്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ വശം മുഴുവൻ താന്നും അലിഖാനിരിക്കുന്ന വശം അല്പം പൊങ്ങിയുമായി ഇരിക്കുന്നത്. അപ്പോൾ ആ ഇരിപ്പിൽ കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട 405 വിഞ്ചസ്റ്റർ റൈഫിൾ ഒന്നെടുത്ത് തലോടി, അത് സജ്ജമാക്കി. അതിനുശേഷം തൻ്റെ കൂടെ ഇരിക്കുന്ന സഖായിയോട് പറഞ്ഞു ലൈറ്റ് കറക്റ്റായിട്ട് അടിക്കണം. അതുമാത്രമല്ല, ഒരു ഷോട്ട് ഗൺ ഈ ഫോറസ്റ്റ് ഓഫീസറുടെ കയ്യിലുമുണ്ട്. അങ്ങനെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ അങ്ങ് അകലെ ഒരു രൂപത്തെ അവർ കണ്ടു. ഒരു മഞ്ഞയിൽ കറുത്ത വരകളുള്ള ഒരു രൂപം. അലിഖാൻ പറഞ്ഞു ലൈറ്റ് അങ്ങോട്ട് നേരെ അടിക്കാൻ പറഞ്ഞു. അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ രൂപം പതുക്കെ മുന്നോട്ട് ഇറങ്ങി വരികയാണ്. ഈ രൂപം ഇവരെ കണ്ടു. രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ അലിഖാൻ കണ്ടു. ഈ രൂപത്തെ കണ്ടതും വള്ളത്തെ ഇരുന്ന ആൾക്കാരുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി. അവർ ഭയം കൊണ്ട് കിലുകിലുകിലുകെന്ന് വിറയ്ക്കാൻ തുടങ്ങി. വള്ളത്തേലാണ് ഇരിക്കുന്നതെങ്കിലും അവർ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തങ്ങളെ രക്ഷിക്കാനായിട്ട് തങ്ങളുടെ വള്ളത്തിന് മുമ്പിൽ ഒരാളുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർ വിസ്മരിച്ചു കഴിഞ്ഞു. അവർക്ക് ഭയം, ശ്വാസം എടുക്കാൻ പോലും അവർ പാടുപെടുന്നു. ഫോറസ്റ്റ് ഓഫീസർ അടക്കം ശബ്ദിക്കുന്നില്ല. അലിഖാൻ പറഞ്ഞു ലൈറ്റ് അങ്ങോട്ട് അടിക്കാൻ പറഞ്ഞിട്ട് ലൈറ്റ് പോലും അടിക്കാനായിട്ട് അവർക്ക് ഭയം തോന്നുന്നു. അങ്ങനെ ഒരു അവസ്ഥ. പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വള്ളം, തുഴക്കാരൻ രണ്ടു വശത്തേക്ക് നോക്കി അയാൾ ആപ്പാടെ പരിഭ്രാന്തനായിപ്പോയി. അദ്ദേഹം തുഴയുന്നത് നേരെ ഓപ്പോസിറ്റാണ് തുഴയുന്നത്. പക്ഷേ വള്ളം പൊക്കോണ്ടിരിക്കുന്നത് ആ കടുവ ഉള്ള ഭാഗത്തേക്ക് വള്ളം പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രണ്ട് കൈ കൊണ്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അദ്ദേഹം തുഴയുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ വള്ളം അങ്ങനെയല്ല പൊക്കോണ്ടിരിക്കുന്നത്. ആ തുഴച്ചിലിനിടയിൽ അദ്ദേഹത്തിൻ്റെ തുഴയും നഷ്ടപ്പെട്ടു. ഭയം കാരണം, കൈ വിറച്ചുകൊണ്ട്. മറ്റുള്ള ആൾക്കാർ നെടുവീർപ്പിടാൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. അലിഖാൻ പറഞ്ഞു വെട്ടം ആ ടോർച്ച് അങ്ങോട്ട് അടിക്കാൻ പറഞ്ഞു. അലിഖാൻ നോക്കുമ്പോഴത്തേന് ഈ കടുവ, മുന്നോട്ട് വന്ന കടുവ പതുക്കെ കണ്ടൽക്കാടിനുള്ളിലേക്ക് പതുക്കെ മറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അലിഖാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് പുറകിലുള്ള ആ വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അലിഖാൻ പറഞ്ഞു കറക്റ്റ് പോയിന്റിൽ അതിനെ ടോർച്ചടിക്കാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഭയം കൊണ്ട് ആ ടോർച്ച് മേടിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കടുവയുടെ ഭാഗത്തേക്ക് ടോർച്ച് അടിക്കുന്നേയില്ല. അലിഖാൻ അലറി, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നേരെ ടോർച്ചടിക്ക്. പക്ഷേ ആരും അതിന് മറുപടി കൊടുക്കുന്നില്ല. നിവൃത്തിയില്ലാതെ അലിഖാൻ തന്നെ ആ ടോർച്ച് മേടിച്ചിട്ട് ഒരു കയ്യിൽ ടോർച്ചും ഒരു കയ്യിൽ റൈഫിളുമായിട്ട് അദ്ദേഹം അതിനെ
എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ടോർച്ചിൻ്റെ ഭാരവും തൂക്കിൻ്റെ ഭാരവും ബാലൻസ് ചെയ്യാണ്ട് പറ്റുന്നില്ല. എന്തു വന്നാലും മറ്റൊന്നും ഇനിയും സംഭവിക്കാനില്ല. ഒന്നെങ്കിൽ കടുവ തങ്ങളെ ആക്രമിച്ച ആഹാരമാക്കി തീർക്കും. ഇനി ഒരു മടങ്ങിപ്പോക്കില്ല. കാരണം തങ്ങൾ ആ കടുവയോട് ഏകദേശം അടുത്തടുത്തടുത്ത് എത്തിക്കഴിഞ്ഞു. അതാണ് തങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോവുക മാത്രം, പുറകോട്ട് പോകുന്നത് സാധ്യമല്ല. മറ്റുള്ള കടുവകളെ പോലെ അല്ലല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞു, സുന്ദർബൻ കാടുകളിലെ കണ്ടൽക്കാടുകളിലെ കടുവകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ നദി സെക്കൻഡുകൾക്കുള്ളിൽ നീന്തി വന്നിട്ട് മനുഷ്യനെ കടിച്ചെടുത്തുകൊണ്ട് പോകും. അത്ര ശക്തന്മാരാണ് അവർ. അതുകൊണ്ട് അത് തങ്ങളെ ആഹാരമാക്കും എന്ന് മനസ്സിലാക്കിയ അലിഖാൻ മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ ടോർച്ച് ഇവരൊരിക്കലും പിടിക്കില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാവരും ഭയന്നിരിക്കുകയാണ്. എന്തും വരട്ടെ എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം ആ ടോർച്ച്, ഒരു കയ്യിൽ ടോർച്ചും മറുകയിൽ റൈഫിളുമായിട്ട് കടുവയെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോൾ ഈ ടോർച്ച് ഇദ്ദേഹം ഈ റൈഫിളിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് കടിപ്പിച്ചിട്ട് ഒരു കൈ കൊണ്ട് ടോർച്ചും മറുകൈയിൽ റൈഫിളുമായിട്ട് അതിനെ എയിം ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഈ മനുഷ്യർ ഭയന്ന് വിറച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട്, തുഴയുമില്ലാത്തത് കൊണ്ട് വള്ളം ഒന്ന് ഷെയ്ക്ക് ചെയ്തു. പെട്ടെന്ന് ഈ ടോർച്ച് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ അയാൾ ആ ടോർച്ച് വീണ്ടും ഈ തോക്കിലേക്ക് ഒന്ന് അടുപ്പിക്കാൻ നോക്കിയ സമയത്ത് ഈ ടോർച്ചിൻ്റെ മേലിൽ അത് എങ്ങനെ ലോക്കായിപ്പോയി. അത് അവിടുന്ന് എടുക്കാനായിട്ട് അദ്ദേഹം സാധിക്കുന്നില്ല. എന്തായാലും അതൊരു ഉപകാരമായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ ജന്തുവിനെ എയിം ചെയ്തു നോക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോൾ ഈ 17 പേരെ കൊന്നു തള്ളിയ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ഉറക്കം കെടുത്തിയ, ഒരു ഗ്രാമത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്നത്, ആ ഗ്രാമത്തിൻ്റെ പേടി സ്വപ്നമായി മാറിയ, അനേകരുടെ ജീവിതത്തിന് വിലങ്ങുതടിയായി മാറിയ ആ ഒരു കടുവ പതുക്കെ ആ വള്ളത്തിനടുത്തേക്ക് പതുക്കെ 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 നടന്നു വരികയാണ്. എന്തും സംഭവിക്കാവുന്ന നിമിഷം. അലിഖാൻ ഒരു മനസാന്നിധ്യമുള്ള ഒരാളായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൽ ഭയം വന്നില്ല. മറ്റുള്ളവർ കിലുകില് വിറയ്ക്കുകയാണ് വള്ളത്തിൽ ഇരുന്നുകൊണ്ട്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട പോലെയുള്ള ഒരവസ്ഥ. ഏതു നിമിഷവും തങ്ങളെ അത് ആക്രമിക്കുമെന്ന് അലിഖാന് മനസ്സിലായി. വള്ളം ഏകദേശം അടുത്തടുത്ത് എന്ന് ആ കടുവ നിൽക്കുന്ന ആ കരയിലേക്ക് എന്ന്, ആ മൺകൂനയിലേക്ക് എന്ന് ഇടിച്ചു കയറി. വള്ളം ഒന്ന് ഷെയ്ക്ക് ചെയ്തു. അലിഖാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. നോക്കുമ്പോൾ ആ കടുവ ഒന്ന് ഗർജിച്ചു. ഒരു സെക്കൻഡ്. കടുവ ആകാശത്തിലേക്ക് ഒന്ന് കുതിച്ചു. കടുവയുടെ ഹൃദയഭാഗം ഒരു വേട്ടക്കാരൻ്റെ മുമ്പിലേക്ക് തുറന്നു വരുന്ന ഒരു അപൂർവ നിമിഷം. എയറിൽ ആ കടുവ കുതിച്ച് ചാടി വരികയാണ്. ഏത് വേട്ടക്കാരനും അവൻ്റെ സ്വപ്നത്തിൽ ചിന്തിക്കുന്ന കറക്റ്റ് പൊസിഷൻ, ആ ഒരു പൊസിഷനിൽ ആ കടുവ എയറിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ എന്ത് സംഭവിക്കാം? കറക്റ്റ് ആ തോക്കിൽ നിന്ന് വെടി വന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ വേട്ടക്കാരൻ്റെ ജീവൻ, അല്ലെങ്കിൽ കടുവയുടെ ജീവൻ. രണ്ടും സമാസമം. ആര് വിജയിക്കും? ആര് അതിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിജീവിക്കും? ഒന്നും ചിന്തിച്ചില്ല. അലിഖാൻ്റെ കൈവിരൽ ഡ്രിഗറിൽ അമർന്നു. തൻ്റെ സന്തത സഹചാരിയായ, തൻ്റെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ ലാളിക്കുന്ന തൻ്റെ വിഞ്ചസ്റ്റർ 405 റൈഫിൾ ഒന്ന് ഗർജിച്ചു. കാട് നടുങ്ങി. ഒരു വലിയ പൊതിക്കെട്ട് വന്ന് മണലിലേക്ക് വന്ന് അലച്ചു വീഴുന്ന ഒരു സൗണ്ട് കേട്ടു. ആ സെക്കൻഡിൽ, ആ വെടിയുടെ ആ സൗണ്ടിൽ, ഷെയ്ക്കിങ്ങിൽ തൻ്റെ കയ്യിലിരുന്ന ആ ലൈറ്റ് തെറിച്ചുപോയി. കൂറ്റാക്കൂട്ടി ഇരുട്ട്. ആൾക്കാർ പേടിച്ച് കാറി.
എന്താണ് സംഭവിക്കുന്നത്? അലിഖാൻ പെട്ടെന്ന് ചാടിയിറങ്ങി, കാലുകൂട് തപ്പി നോക്കി, ലൈറ്റ് കിട്ടി. അദ്ദേഹം പെട്ടെന്ന് കണക്ട് ചെയ്തു. നോക്കിയപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വന്ന, ഒരു ജനത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ജനത്തിൻ്റെ സ്വപ്നത്തെ ഊതിക്കെടുത്തിക്കൊണ്ടിരുന്ന ആ ജന്തു, ആ പിശാചിനി കടുവ, തൻ്റെ ഫ്രണ്ടിലെ 2 കാലുകൾ ഏകദേശം നിശബ്ദമായി. എന്നാൽ പുറകിലെ കാലുകൾക്ക് ജീവനുണ്ട്, വാലിന് ജീവനുണ്ട്. അത് മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും ആക്രമിക്കാൻ. മരിക്കുന്നതിന് മുമ്പ് ഒരാളെയെങ്കിലും തീർക്കാൻ വേണ്ടി അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നിറങ്ങി വരികയാണ്. അലിഖാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. റൈഫിൾ 2 തവണയും കൂടെ മുഴങ്ങി. അതോടുകൂടി ആ ജന്തു അവിടെ അവസാനിച്ചു. വള്ളത്തിലുണ്ടായിരുന്ന ആൾക്കാർ സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി അലിഖാനെ എടുത്തുയർത്തി. അവർക്ക് സന്തോഷം അവർക്ക് പറഞ്ഞടിക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെ സന്തോഷം. അലിഖാൻ ഒരു വിജയീ ഭാവത്തോടു കൂടി അവിടെ നിന്നു. അദ്ദേഹത്തിന് ഏകദേശം സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അനുഭവിച്ച അവസ്ഥ അദ്ദേഹത്തിനല്ലേ അറിയാവുള്ളൂ. അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ തപ്പി ഒരു ചുരുട്ടെടുത്തു, വലിച്ചു, ആ വള്ളത്തെ ചാടി നിന്നു. അല്പസമയം അദ്ദേഹം ആ പുക ഊതി വെളിയിലേക്ക് കളഞ്ഞു, മനസ്സിനെ ഒന്ന് റിലീഫ് ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് ഈ അലിഖാനും കൂട്ടരും ആ വള്ളത്തെ കയറി. തിരിച്ചു വരുവാനായിട്ട് തുഴയൊന്നുമില്ല. അവരെല്ലാം കൈകൊണ്ട് തുഴഞ്ഞു. തുഴയില്ലാതെ എല്ലാവരും തുഴഞ്ഞുകൊണ്ടാണ് തിരിച്ച് അലിഖാൻ എത്തിയ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നത്. അവർ പറഞ്ഞു, അതിനെ തീർത്ത് കളഞ്ഞു. ഇനി നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം, വിറക് വെട്ടാം, എന്തും ചെയ്യാം. ആൾക്കാരെല്ലാം വളരെയധികം സന്തോഷം. സ്ത്രീകളെല്ലാം ഓടിച്ചെന്ന് പാല് കറന്നുകൊണ്ട് വന്ന് ഒരു ഗ്ലാസ്സിൽ പാൽ കൊടുക്കുന്നു, പഴങ്ങൾ കൊടുക്കുന്നു. അവർ സ്വീകരിക്കുന്നു. തലയിൽ കൈവച്ച് എല്ലാവരും അലിഖാനെ അനുഗ്രഹിക്കുകയാണ്. വലിയ സ്വീകരണ പ്രകടനം അവിടെ നടക്കുകയാണ്. പെട്ടെന്ന് അലിഖാൻ ഈ ഫോറസ്റ്റ് ഓഫീസറോടും മറ്റവരോടും പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് അവിടെ വരെ പോകണം. അങ്ങനെ ഇവർ പെട്ടെന്ന് വീണ്ടും തിരിച്ച് ഈ കടുവ കടന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ജനങ്ങൾ കടുവയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കടുവയെ വെട്ടിയും കുത്തിയും അവരുടെ ദേഷ്യങ്ങളെല്ലാം ആ കടുവയോട് തീർക്കും. തനിക്ക് കടുവയുടെ തോല് ആവശ്യമുണ്ട്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ചെന്നു. ആ തോല് അദ്ദേഹം അതിനകത്തുനിന്ന് എടുത്തു. ആ കടുവയുടെ ദേഹത്തുനിന്ന് തോല് അദ്ദേഹം ഉരിഞ്ഞെടുത്തു. അതിനുശേഷം ഈ പയ്യൻ്റെ അപ്പൻ അടക്കമുള്ള ആൾക്കാർ തുഴഞ്ഞ് അവിടെ എത്തി. ഈ പയ്യൻ്റെ അപ്പനടക്കമുള്ള ആൾക്കാർ അവിടെ തുഴഞ്ഞെത്തി. അദ്ദേഹം അലിഖാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു മഴുവുമായിട്ടാണ് വന്നത്. അദ്ദേഹം ആ മഴു കൊണ്ട് ആ മൃഗത്തിൻ്റെ ചുറ്റിനും വെട്ടി അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീർക്കുകയാണ്. ആൾക്കാരെല്ലാം അദ്ദേഹത്തെ പിടിച്ചു മാറ്റി. എൻ്റെ മകനെ കൊന്ന ഇതിനെ ഞാൻ ഇതിൻ്റെ ശവമാണെങ്കിലും ഇതിനെ ഞാൻ വെട്ടിക്കൂട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹം മുഴുവൻ വെട്ടിക്കൂട്ടുകയാണ് അവിടെ നിന്ന്. ആൾക്കാരെ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി. അതിനുശേഷം അലിഖാനും കൂട്ടരും വീണ്ടും ആ കടുവയുടെ ശരീരവുമായിട്ട് ആ ഗ്രാമത്തിലെത്തി. അതിനുശേഷം സന്തോഷത്തോടു കൂടി ആ ഗ്രാമവാസികൾ അലിഖാനെ അവിടുന്ന് യാത്രയാക്കി. ഇതാണ് അലിഖാൻ്റെ പുസ്തകത്തിലുള്ള മാൻ ഈറ്റേഴ്സ് ഓഫ് സുന്ദർബൻ എന്ന് പറയുന്നതായ അദ്ദേഹത്തിൻ്റെ ബുക്കിലുള്ള ഒരു ഭാഗമാണിത്. ആ ബുക്കിൽ പല കഥകളുണ്ട്. അത് നിങ്ങളുമായിട്ട് കൂടുതൽ വരുന്ന വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക. കഥകളെ സ്നേഹിക്കുന്ന അവരും ഈ കഥകൾ കേൾക്കട്ടെ. വീണ്ടും അടുത്ത ഒരു കഥയുമായി ഞാൻ വരും. അതുവരെ നിങ്ങൾക്ക് നമസ്കാരം. ഇറ്റ്സ് മീ ബിജു.